എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആനി ക്യാമ്പിലോട്ട് ചെന്നതിൻ്റെ സങ്കടത്തിലാണ് നന്ദു. അതുകൊണ്ട് തന്നെ നയനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് നയനോട് പറയുവാണ്, നിങ്ങളെല്ലാവരും എന്നെ ഉപദേശിക്കാനായിട്ട് എൻ്റെ പുറകെ നടക്കാതെ ആനിയെ ഒന്ന് ഉപദേശിക്കുക. അവൻ ഇന്ന് ട്രെയിനിങ് ക്യാമ്പിലേക്ക് ഇടിച്ചു കയറി വന്നു. അത് ആ ട്രെയിനർ കാണുകയും ചെയ്തു. അയാൾക്ക് ഒന്നാതെ എന്നെ ഇഷ്ടമല്ല. അതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടെ ആയപ്പം അയാൾ എന്നെ ഇവിടുന്ന് പുറത്താക്കുമെന്ന് ഉറപ്പായി. ഞാൻ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് നേടിയ ജോലിയാണ് ഇതിപ്പം അനി കാരണം നഷ്ടപ്പെടാൻ പോകുന്നത്. എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് നോക്കി നടക്കുമായിരുന്നു അയാൾ. അതിൻ്റെ കൂടെയാണ് ഇങ്ങനൊരു കാര്യം കൂടെ സംഭവിച്ചത്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുക. അന്നേരം നയന, അനി അങ്ങോട്ട് വന്നായിരുന്നോ എന്ന് ചോദിക്കുവാണ്. അന്നേരം വന്നു. അതല്ലേ ഞാൻ പറഞ്ഞത്, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ പുറകെ നടന്ന് എന്നെ ഉപദേശിക്കാതെ നിങ്ങളെല്ലാവരും കൂടി അവനെ ഒന്ന് ഉപദേശിച്ച് നേരെയാക്കുക, അല്ലാതെ എന്നെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നന്ദു ഫോൺ വയ്ക്കുന്നു. ആകെ വിഷമാകുന്നു നയനയ്ക്ക്. അന്നേരമാണ് അങ്ങോട്ടേക്ക് ഇളയച്ചമ്മനെ, നമ്മുടെ അജയമ്മനെ, അന്നേക്കും നയന ഇളയച്ചൻ്റെ അടുത്ത് ചെല്ലും. എന്നിട്ട് പറയുന്നുണ്ട്, ഇളയച്ച, ഈ വീട്ടിലുള്ള എല്ലാവരും അനിയെ ഉപദേശിക്കുന്നുണ്ട്, എന്നിട്ടും അവൻ്റെ ചെവിയിൽ അത് കയറിയിട്ടില്ല. ഇളയച്ചൻ ഇതുവരെ അവൻ ഈ കാര്യം പറഞ്ഞ് ഉപദേശിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇളയച്ചൻ നേരാവണ്ണം ഉപദേശിക്കുമായിരുന്നെങ്കിൽ അനി നന്നായേനെ. അനി ഇന്ന് നന്ദുവിനെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് ഇടിച്ചു കയറി ചെന്നു. അതിൻ്റെ പേരിൽ അവിടെ എന്തൊക്കെയോ പ്രശ്നമായി. ആ ട്രെയിനർക്ക് ഒന്നാമത് നന്ദുവിനെ ഇഷ്ടമല്ല. അതിൻ്റെ കൂടെയാണ് ഇങ്ങനൊരു സംഭവം കൂടി നടന്നത്. അവൾ എന്നെ വിളിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് മിക്കവാറും അവളെ അവിടുന്ന് പുറത്താക്കുമെന്നാണ്. ഒരുപാട് ആഗ്രഹിച്ചാണ് നന്ദു ആ ജോലി നേടിയത്. അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൾക്കത് സഹിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയുമ്പം അവൻ എന്താ മോളെ ഇങ്ങനെ എന്ന് ചോദിക്കും. അന്നേരം നയന പറയുന്നുണ്ട്, എത്ര പ്രാവശ്യം അനിയെ ഉപദേശിച്ചു, നന്ദു ഫോൺ എടുക്കാതിരുന്നിട്ട് അങ്ങോട്ട് ഇടിച്ചു കയറി ചെന്നു എന്നാണ് നന്ദു പറഞ്ഞത്. ഇതിൽ കൂടുതൽ അവളെ എന്താ ചെയ്യേണ്ടത്? അതുകൊണ്ട് ഇളയച്ചൻ കാര്യമായിട്ടൊന്ന് അവനെ ഉപദേശിക്കണം. അല്ലെങ്കിൽ തന്നെ അനിയും നന്ദുവും കൂടെ ഇഷ്ടത്തിലാണ് എന്ന് പറഞ്ഞാൽ അനാമിക ഇവിടെ കിടന്ന് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ വാശിക്ക് അവൾ അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങി നടക്കുന്നുമുണ്ട്. അത് അനിക്ക് വേറെ ഇഷ്ടക്കേട് ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് എത്ര തവണ അവന് ഞങ്ങൾ ഉപദേശിച്ചതാണ്, എന്നിട്ട് ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ട് ഇനി ഇങ്ങനെ പോകാൻ പറ്റത്തില്ല. ഇനി ഒരിക്കലും നന്ദുവിനെ അനി കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഇളയച്ചനെ ഉപദേശിക്കണം എന്ന് പറയുമ്പം അജയൻ പറയുന്നുണ്ട്, മോളിനി വിഷമിക്കേണ്ട, അവനെ ഞാൻ ഇപ്പം തന്നെ വിളിച്ചു വരുത്തി വേണ്ട രീതിയിൽ ഉപദേശിച്ചോളാം. ഇനി നന്ദുവിനെ അവൻ ശല്യപ്പെടുത്തിയല്ല എന്നൊക്കെ പറയുമ്പോൾ വെറുതെ ഉപദേശിച്ചാൽ പോരാ, കാര്യമായിട്ട് തന്നെ ഉപദേശിക്കണം എന്ന് നയന പറയുന്നുണ്ട്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് അജയൻ ഇതാകെ വിഷമായി കേട്ടോ. നയന ഇത്രയൊക്കെ വന്ന് പറഞ്ഞത്. ഏതായാലും ആകെ വിഷമിച്ചിരിക്കുവാണ്. താഴെ പോയി അന്തേക്കും അങ്ങോട്ട് അനി വരും. എന്നിട്ട് എന്താ വെച്ചാൽ ഇങ്ങോട്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞ്, അച്ഛൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്, ഇവിടെ എന്തെങ്കിലും പ്രശ്നം നടന്നോ എന്ന് ചോദിക്കുമ്പോൾ, ആ പ്രശ്നം നടന്നുകൂടാ, നീയാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞ് അനിയുടെ മുഖം തീർത്ത് ഒരെണ്ണം അങ്ങ് കൊടുക്കും. അന്തേക്കും എനിക്ക് ആകെ സങ്കടമാകെ. അന്തേക്കും നയനെ അങ്ങോട്ട് വരുന്നുണ്ട്. അന്നേരം എന്താ വെച്ചാൽ ഞാൻ എന്താ ചെയ്തേ എന്ന് ചോദിക്കുമ്പം, നീ എന്തിനാടാ നന്ദുവിൻ്റെ ക്യാമ്പിലേക്ക് ഇടിച്ച് കയറി ചെന്നത്? അതിൻ്റെ പേരിൽ അവിടെ പ്രശ്നങ്ങളായി, അവളുടെ ജോലി പോലും പോകുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? നിന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് തെറ്റായ കാര്യങ്ങൾ ചെയ്യരുതെന്ന്, എന്നിട്ടും നിൻ്റെ തലയിൽ കയറിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം, അച്ഛാ എനിക്ക് മനസ്സമാധാനം വേണ്ടേ, ഞാൻ ഫോൺ വിളിച്ചിട്ട് അവൾ എടുത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചെന്നത് എന്ന് പറയുമ്പം, നീ എന്തിനാ അവളെ ഫോൺ വിളിക്കുന്നത്? നിനക്കൊരു ഭാര്യയില്ലേ, അവളുടെ കാര്യം നിനക്ക് നോക്കിയാൽ പോരെ എന്ന് ചോദിക്കുമ്പം അനി പറയുന്നുണ്ട്, എനിക്ക് ഒരു ഭാര്യ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കല്യാണം കഴിഞ്ഞ നാൾ തൊട്ട് അവൾക്ക് എന്നെ ഇഷ്ടമല്ല. അവൾ എന്നോടൊന്ന് സ്നേഹത്തോടെ സംസാരിച്ചിട്ട് പോലുമില്ല. ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ അനി ചോദിക്കുക. അന്നേരം അജയൻ പറയുന്നുണ്ട്, നീയും നിൻ്റെ ഭാര്യയും രണ്ടെണ്ണത്തിൻ്റെയും പ്രവൃത്തി കാരണം ഈ വീട് കിടന്ന് പുകഞ്ഞുകൊണ്ടിരിക്കുവാണ്. എത്ര പറഞ്ഞാലും മനസ്സിലാക്കിയല്ലോ എന്നൊക്കെ പറയുമ്പം അനി പറയുന്നുണ്ട്, അതിന് അനാമികയ്ക്ക് എന്നോട് ഇഷ്ടമൊന്നുമില്ല. അവൾ ഇങ്ങോട്ട് വിവാഹം കഴിച്ച് വന്നത് തന്നെ അനന്തപുരിയിലെ മരുമകളാകണം എന്നൊരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. അവൾക്ക് അനന്തപുരിയിലെ സ്വത്ത് അടിച്ചു മാറ്റണം, അവൾക്ക് ജീവിക്കണം, എന്നല്ലാതെ എന്നോട് യാതൊരു ഇഷ്ടവുമില്ല. അവളുടെ അച്ഛനും അമ്മയും ഒക്കെ ഇങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അജയൻ പറയുവാണ്, നിൻ്റെ തെറ്റ് മറയ്ക്കാൻ വേണ്ടി നീ ആ പെണ്ണിനെയും അതിൻ്റെ വീട്ടുകാരെയും കുറ്റം പറയുവാണോ? ഇനി നീ മിണ്ടി പോകരുത്, അതുപോലെ നന്ദുവിനെ ഇനി മേലെ നീ വിളിച്ചേക്കരുത് എന്നൊക്കെ പറഞ്ഞ് കുറേ ദേഷ്യപ്പെടുമ്പം അനി പറയുന്നുണ്ട്, ഇല്ല ഞാൻ ഇനി വിളിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിഷമിച്ച് പോവുകയാണ്. അന്നേരം ഭയങ്കര സങ്കടമാട്ടോ അനിയുടെ മുഖത്ത്. അനി ഇങ്ങനെ മനസ്സിലോർക്കുവാണ്, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും മലിനമായ ഒരുത്തിയെ ഞാൻ ഏതായാലും ഇനി സ്വീകരിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലോർത്തുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത്. അനി അങ്ങ് പോയി കഴിയുമ്പോഴേക്കും നയന, അയ്യോ ഇളയച്ച
തല്ലുമൊന്നും വേണ്ടായിരുന്നു, നല്ല രീതിയിലൊന്ന് ഉപദേശിക്കണമെന്നേ ഞാൻ കരുതിയുള്ളൂ. നന്ദു അങ്ങനെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് ആകെ വിഷമമായി. അതുകൊണ്ടാണ് ഞാൻ ഇളയച്ചനോട് ഇങ്ങനെയൊക്കെ വന്ന് സംസാരിച്ചത് എന്ന് പറയും. അന്നേരം അജയൻ പറയുന്നുണ്ട്, എനിക്കും വിഷമമായി. മോള് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്നോട് ഈ രീതിയിൽ വന്ന് സംസാരിക്കുന്നത്. അത് എനിക്കും വിഷമമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവനെ നല്ല രീതിയിൽ ഉപദേശിച്ചത്. ഇനി ഏതായാലും അവൻ നന്ദുവിൻ്റെ പുറകെ പോകില്ല, നന്ദുവിനെ ശല്യം ചെയ്യില്ല എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, അവിടെ ആകെ പ്രശ്നമാണ്. ആ ട്രെയിനർക്ക് ഒന്നാതെ അവളെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. അതുകൊണ്ട് ആകെ ബുദ്ധിമുട്ടായതുകൊണ്ട് അവൾ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞത് എന്ന് പറയും. അന്നേരം അജയൻ പറയുന്നുണ്ട്, മോൾക്കൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും. ഇവൻ കുത്തിയിരുന്ന് വിളിക്കുമല്ലോ മിക്ക സമയവും. പിന്നെ എങ്ങനെയാ കോൺസെൻട്രേഷനോട് കൂടി ഓരോന്ന് ചെയ്യാൻ പറ്റുന്നത്? ഇനി ഏതായാലും അവൻ വിളിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് അജയൻ അങ്ങ് പോകുന്നു. ആകെ വിഷമാവുന്നുണ്ട് നയനയ്ക്ക്. അത് കഴിഞ്ഞ് നയന നേരെ താഴോട്ട് ഇറങ്ങി വരിക. അന്നേരം അവിടെ ആദർശ് ഇരിപ്പുണ്ട്, എന്തൊക്കെയോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം വന്ന് പറയുന്നുണ്ട്, ആദർശേട്ടാ ഞാൻ വലിയൊരു അബദ്ധമാണ് ചെയ്തത് എന്ന് പറയും. അന്നേരം എന്തബദ്ധമാണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ പറയുവാണ്, അനി നന്ദുവിൻ്റെ ക്യാമ്പിലേക്ക് ഇടിച്ചു കയറി ചെന്നു. അത് അവൾ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ അത് ഇളയച്ചനോട് പറഞ്ഞു, നല്ല രീതിയിലൊന്ന് ഉപദേശിക്കണമെന്ന് ഞാൻ പറഞ്ഞോളൂ. പക്ഷേ അനിയെ വിളിച്ച് ചോദിക്കുകയും ചെയ്തു, അവനെ ഇളയച്ചൻ അടിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ, അടിച്ചോ അവനെ എന്നിങ്ങനെ ചോദിക്കും ആദർശ്. അന്നേരമാണ് അങ്ങോട്ട് അനി ഇറങ്ങി വരുന്നത്. അന്നേരം അനി പറയുന്നുണ്ട്, എന്നെ അടിച്ചത് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇതിനു മുമ്പും എല്ലാവരും എന്നെ ഉപദേശിച്ചിട്ടുമുണ്ട്, ചിലർ എന്നെ തല്ലിയിട്ടുമുണ്ട്. ഞാൻ അതൊന്നും കാര്യമാക്കിയിട്ടില്ല. ഞാൻ നന്നാവണം എന്ന് ഓർത്താണല്ലോ എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ എന്ന് പറയും. അന്നേരം ആദർശ് ചോദിക്കും, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നന്ദുവിൻ്റെ പുറകെ പോകരുതെന്ന്, പിന്നെ എന്തിനാണ് നീ അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കും. അന്നേരമാണ് അനി പറയുന്നത്, ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ, ഞാൻ അങ്ങോട്ട് ഇടിച്ചു കയറി ചെന്നതുകൊണ്ടല്ലേ അവിടുത്തെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. നന്ദു അവിടെ വളരെ ബുദ്ധിമുട്ടിലാണ്. അവളെ ആ ട്രെയിനറിട്ട് ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളോട് എന്തോ വ്യക്തിവൈരാഗ്യം ഉള്ളതുപോലെയാണ് അയാൾ പെരുമാറുന്നത്. നന്ദുവിൻ്റെ ഒരു കൂട്ടുകാരി തുഷാര എന്നെ വിളിച്ചായിരുന്നു. അന്നേരമാണ് അവൾ ഈ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞത് എന്ന് പറയും. അന്നേരം ആദർശ് ചോദിക്കും, അതെന്തിനാ അവളോട് അങ്ങനെ ഒരു വൈരാഗ്യത്തോടു കൂടി അയാൾ പെരുമാറുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ് എന്ന് ചോദിക്കുമ്പം അതെനിക്ക് മനസ്സിലായില്ല, അതെന്താ കാരണമെന്ന്. ഏതായാലും അയാൾ നന്ദുവിനെ പോലീസാകാൻ വിടത്തൊന്നുമില്ല, എന്തെങ്കിലും കാരണം ഉണ്ടാക്കി അവിടുന്ന് പുറത്താക്കും. അതാണ് അയാളുടെ ഉദ്ദേശം. ആ രീതിയിലാണ് അയാൾ പെരുമാറുന്നത് എന്നാണ് തുഷാര പറഞ്ഞത്. അതുകൊണ്ട് നന്ദുവിൻ്റെ ഈ അവസ്ഥ മാറാൻ എന്തെങ്കിലും ഏട്ടനും ഏട്ടത്തിയും കൂടെ ആലോചിച്ച് ചെയ്യുക, അല്ലാതെ എനിക്കൊന്നും പറയാനില്ല എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അതൊക്കെ നേരാണ്, സമ്മതിച്ചു. പക്ഷേ ഇനി നീ നന്ദുവിനെ വിളിക്കരുത്, അവളോട് സംസാരിക്കുകയൊന്നും ചെയ്യരുത്, അത് അനാമികയ്ക്ക് ഇഷ്ടപ്പെടുകയില്ല എന്ന് പറയുമ്പം, എൻ്റെ ജീവിതം എന്താണ് എന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല, എൻ്റെ മനസ്സെന്താണെന്ന് എനിക്കേ അറിയത്തുള്ളൂ. ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു ജീവിതമാണ് ഇപ്പം ഞാൻ ജീവിച്ച് തീർത്തുകൊണ്ടിരിക്കുന്നത്. അനാമികയെ പോലെ ഒരു പെണ്ണായിരുന്നു ഏട്ടത്തി എങ്കിൽ ഞാൻ ഈ പറയുന്നതിൻ്റെ വിഷമം എത്രത്തോളം ഉണ്ട് എന്ന് ആദർശേട്ടന് മനസ്സിലായേനെ. ഇപ്പോൾ ആർക്കും എന്നെ മനസ്സിലാകിയല്ല എന്ന് പറഞ്ഞിട്ട് ആകെ വിഷമിച്ച് കണ്ണൊക്കെ തുടച്ചുകൊണ്ടാട്ടോ അനി അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. പോയി കഴിയുമ്പോൾ ആദർശ് നയനോട് പറയുവാണ്, ഇപ്പോൾ അവൻ ഈ പറഞ്ഞത് മൊത്തം ഇവിടെ കേട്ടുകൊണ്ട് നിൽക്കേണ്ട ഗതി എനിക്ക് വന്നത് നീ ഒരാൾ കാരണമാണ്. നീ അന്ന് അനിയെ തടഞ്ഞതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒളിച്ചും പാത്തും നന്ദുവിനെ കാണാൻ പോകേണ്ട ഗതികേട് അവനുണ്ടാകുമായിരുന്നില്ല എന്ന് ആദർശ് പറയുമ്പം നയന പറയുവാണ്, അതൊക്കെ കഴിഞ്ഞുപോയി, ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അനിയും അനാമികയും നല്ല രീതിയിൽ ജീവിക്കണം. അവർ തമ്മിൽ പിരിയുന്നത് എൻ്റെ അനിയത്തി കാരണം ആകരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചെയ്തത് എന്ന് പറഞ്ഞിട്ട് നയന അങ്ങോട്ട് പോവാണ്. ആദർശ് അവിടെ എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ച് നിൽപ്പുണ്ട്. ചിലപ്പം നന്ദുവിൻ്റെ ട്രെയിനിങ് ക്യാമ്പിലെ ആ അവസ്ഥയ്ക്കൊന്ന് മാറ്റം വരുത്തുന്നതിനെ പറ്റി ആയിരിക്കാം ചിന്തിക്കുന്നത്, എന്ത് ചെയ്യാം എന്നായിരിക്കാം ചിന്തിക്കുന്നത്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ നവ്യയാണ്. നവ്യ അഭിയെ നോക്കി ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല കൊടുക്കാമെന്ന് മുത്തശ്ശനും ആദർശവും ഒക്കെ പറഞ്ഞതിന് ശേഷം അതൊന്നും വിളിച്ച് പറയാൻ പറ്റിയില്ല അഭിയോട്. അന്നേരം പിണങ്ങി നടക്കുവാണല്ലോ അഭി. അപ്പോൾ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ അഭി നോക്കിയിരിക്കുമ്പോൾ എന്തേ അഭി വരുന്നു. അന്നേരം റൂമിൽ പോയി ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുക, കയറി വരുന്നതേ പറയാൻ വേണ്ടി. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന അഭി ഇങ്ങനെ മനസ്സിലോർക്കുവാണ്, അവളുടെ അടുത്ത് ഇത്തിരി ബലം പിടിക്കണം, അങ്ങനെ പെട്ടെന്ന് അങ്ങ് താന്നു കൊടുത്താൽ ശരിയാകിയല്ല എന്നൊക്കെ മനസ്സിലോർത്ത് റൂമിലേക്ക് വരിക. കയ്യിൽ 2-3 കവറൊക്കെ ഉണ്ട്, വലിയ മൈൻഡൊന്നുമില്ല. കയറി വന്നിട്ട് ഇതൊക്കെ മോനുള്ള കളിപ്പാട്ടങ്ങളും ഉടുപ്പൊക്കെയാണ് എന്ന് പറഞ്ഞ് കയ്യിലോട്ട് കൊടുക്കും. അന്നേരം നവ്യ ചോദിക്കും, നീ എന്താടാ ഞാൻ എത്ര തവണ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ ഫോൺ വിളിക്കുമ്പം എടുക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം എന്നെ നിനക്ക് വിശ്വാസമില്ലല്ലോ, അതുകൊണ്ടല്ലേ നീ എന്നോടൊന്നും തുറന്നു പറയാത്തേ, അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ ഫോൺ എടുക്കുന്നതെന്ന് ചോദിക്കും. അന്തേക്കും നവ്യ, അതൊക്കെ പോട്ടടാ, കഴിഞ്ഞ കാര്യമല്ലേ, നീ ഇങ്ങനെ വിഷമിക്കാതെ, ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. നിനക്കൊരു ബ്രാഞ്ചിൻ്റെ ചുമതല തരാൻ മുത്തശ്ശൻ തീരുമാനിച്ചു എന്ന് പറയുമ്പം, ഭയങ്കര സന്തോഷം മുഖത്ത് വന്നുണ്ടേ. എന്നിട്ട് പെട്ടെന്ന് അങ്ങ് മറയ്ക്കും. എന്നിട്ട് ചോദിക്കും, ഇത്രയേ ഉള്ളോ, ഈ കാര്യം നിന്നോട് പറഞ്ഞത് ആ ആദർശമാണെന്ന് ചോദിക്കുമ്പോൾ, അങ്ങേരാ പറഞ്ഞത്, പക്ഷേ ഇത്തിരി
തീരുമാനം എടുത്തത് മുത്തശ്ശനാണ്. ഞാൻ മുത്തശ്ശനോട് പോയി പരാതി പറഞ്ഞതുകൊണ്ടാണ് മുത്തശ്ശൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പം നിനക്ക് സന്തോഷമായില്ലേ, ഇനിയിപ്പം ഇതിൽ പിടിച്ച് നീ കയറണം, അങ്ങനെ എല്ലാ ബ്രാഞ്ചും നിൻ്റെ കയ്യിലേക്ക് എത്തുന്ന ഒരവസ്ഥ എത്തണം എന്നൊക്കെ പറയുക. അന്നേരം അഭി പറയുന്നുണ്ട്, ഇതൊന്നും എനിക്ക് സന്തോഷം നൽകുന്നില്ല. കാരണം ഞാൻ നിന്നെ ഇത്രത്തോളം ജീവന് തുല്യം സ്നേഹിച്ചിട്ടും നീ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയുന്നില്ലല്ലോ, അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നവ്യെ എന്നിങ്ങനെ പറയുക. അന്നേരം നവ്യ, നീ ഇങ്ങനെ വിഷമിക്കാതെടാ, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ, ഇനി ഒരിക്കലും ഞാൻ നിന്നോട് ഒന്നും മറച്ചു വെക്കില്ല എന്ന് പറയും. എന്നിട്ട് അഭിയോട് പറയും, നീ ഒന്ന് പോയി മുത്തശ്ശനെ കാണ്, ഞാൻ ഈ കവറിൽ എന്താണെന്നൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കവറെടുത്ത് നോക്കുവാണ്. അന്നേരം കൊച്ചിനുള്ള കളിപ്പാട്ടമുണ്ട്, ഉടുപ്പുണ്ട്. അന്നേരം എനിക്ക് ഇതിൻ്റെ അകത്തൊന്നും ഇല്ലേടാ എന്ന് ചോദിക്കുമ്പോൾ, നീ തുറന്നു നോക്കുക എന്ന് പറയും. അന്നേരം ഒരു കവറിൻ്റെ അകത്ത് നവിക്കൊരു സാരിയാണേ. അന്നേരം, ഓ പിണങ്ങി നടക്കുവാണെങ്കിലും എൻ്റെ മുഖം നീ മറന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഞാൻ നിൻ്റെ മുഖം മറക്കുകയില്ല, എപ്പോഴും നിൻ്റെ മുഖം, കുഞ്ഞിൻ്റെ മുഖം എൻ്റെ മനസ്സിലുണ്ട്. എനിക്കിപ്പം ജീവനാണ് നിന്നെയും നമ്മുടെ മകനെയും, അത് നീ മനസ്സിലാക്കിക്കോണം. അത് മനസ്സിലാക്കാതെ എന്നോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ നിൻ്റെ അടുത്തോട്ട് പോലും വരില്ല എന്ന് പറയുമ്പോഴത്തേക്കും നവ്യ, നീ അത് വിട്, ഇനി ഞാൻ സത്യം ചെയ്യുവാണ്, നമ്മുടെ മോനെ പിടിച്ച് സത്യം ചെയ്യുവാണ്, നീ അറിയാത്ത ഒരു രഹസ്യം ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല, എല്ലാം ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞോളാം എന്ന് പറയുമ്പം, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഡയലോഗ് അടിച്ചിട്ട് ആശാൻ ഇങ്ങോട്ട് പോരുവാണ്. പോരുമ്പോഴും ശരിക്കും ഒരു കുറുക്കൻ്റെ മുഖമാണ് അബിയുടെ മുഖത്ത്. ഈ ഡയലോഗ് കൂടെ കേൾക്കുമ്പോഴേക്കും ആകെ വിഷമാവുന്നുണ്ട് നവ്യയ്ക്ക്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് അബി ചെല്ലുന്നത്. അന്നേരം അബി മനസ്സിലോർക്കുക, ഓ കിളവൻ അവിടെ ഇരുന്ന് ധ്യാനിക്കുക, എൻ്റെ വഴിക്ക് വരുന്നുണ്ട് കിളവനും കിളവൻ്റെ കൊച്ചുമോനും എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർത്തോണ്ടാട്ടോ അങ്ങോട്ട് ചെല്ലുന്നത്. എന്നിട്ട് മുത്തശ്ശൻ്റെ കാലിൽ ഇങ്ങനെ അടുത്ത് പോയി ഇങ്ങനെ ഞെക്കി കൊടുത്തോണ്ടിരിക്കുക. അന്നേരത്തേക്കും മുത്തശ്ശൻ ധ്യാനമൊക്കെ നിർത്തിയിട്ട് മുഖത്തേക്ക് ഇങ്ങനെ നോക്കുവാണ്. അന്നേരം നമ്മുടെ മുത്തശ്ശി അങ്ങോട്ട് വന്നു. അപ്പം മുത്തശ്ശി ചോദിക്കും, ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല നിനക്ക് തരുവാണ് എന്ന് പറഞ്ഞതിൻ്റെ സന്തോഷത്തിനാണോ നീ ഈ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഓ അതിനകത്ത് എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല, ഇതൊക്കെ എനിക്ക് നേരത്തെ തരേണ്ടതായിരുന്നു, അത് തടഞ്ഞു വെച്ചത് ആദർശേട്ടനാണ് എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ കാരണം കാണുമെന്ന്. അന്നേരം അഭി പറയുവാണ്, അതിന് എന്ത് കാരണം ഉണ്ടെന്നാണ് മുത്തശ്ശി പറയുന്നത്, ഏതായാലും ആദർശേട്ടൻ ഇപ്പോൾ ചെയ്തേക്കുന്ന അത്രയും വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ, എന്നിട്ടും ആദർശേട്ടൻ കമ്പനിയുടെ MD സ്ഥാനത്ത് തന്നെയാണ്. ശരിക്കും ആദർശേട്ടനെ ആ MD സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് അമ്മാവന്മാരാരെങ്കിലും വരണം, അതാണ് ചെയ്യേണ്ടത് എന്ന് പറയുക കേട്ടോ. അന്നേരം മുത്തശ്ശൻ ഇങ്ങനെ മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് അബിയോട് പറയുവാണ്, അങ്ങനെ ഒരു അഭിപ്രായം നിൻ്റെ അമ്മാവന്മാർക്കില്ല എന്ന്. അന്നേരം അവർക്ക് കാണുകയില്ല, അവർക്ക് പല കാര്യങ്ങളും അറിയത്തില്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ആദർശേട്ടന് ഒരുപാട് മാനസിക പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് കമ്പനിയുടെ ചുമതല ഇനി ആദർശേട്ടൻ നോക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കും, അവന് മാത്രമേ മാനസിക പ്രശ്നങ്ങളുള്ളൂ, നിനക്ക് മാനസിക പ്രശ്നങ്ങളൊന്നും ഇല്ലേടാ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചെറിയൊരു പരിങ്ങലോട് കൂടി ഇങ്ങനെ മുത്തശ്ശൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന അബിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.